അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സ്കിൻ നല്ല സോഫ്റ്റ് ആവും, നല്ല ക്ലിയർ ആവും, ബ്രൈറ്റ് ആവും. ഫസ്റ്റ് നമുക്കൊരു തക്കാളി വേണം. തക്കാളി എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ടത് മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഫേഷ്യൽ ചെയ്യുവാണെങ്കിലും സ്ക്രബ് ചെയ്യുവാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ക്ലെൻസിങ്. മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ നമുക്കിതൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ടൈം ആണെങ്കിൽ സോപ്പിട്ടോ പയർ പൊടി ഇട്ടോ കടലമാവൊക്കെ ഇട്ട് മുഖം കഴുകിയാൽ മതി. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഞെക്കി കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ആ പൾപ്പ് നല്ലതുപോലെ ഇങ്ങനെ സ്ക്യൂസ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ അത് ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മസാജ് ചെയ്യുമ്പോഴും സ്ക്രബ് ചെയ്യുമ്പോഴും ക്ലെൻസ് ചെയ്യുമ്പോഴും ഒക്കെ ഇതേപോലെ തന്നെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മുഖത്തിന് മേളിലോട്ടാണ് മസാജ് ചെയ്യാവുള്ളൂ കേട്ടോ. താഴോട്ട് മസാജ് ചെയ്തുകൊണ്ട് വരരുത്. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ 2-3 മിനിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുഖം നല്ല വൃത്തിയായി കിട്ടും. അഴുക്കൊക്കെ പോകും. ഒരുപാട് പ്രസ് ചെയ്തൊന്നും മസാജ് ചെയ്യേണ്ട കേട്ടോ. സോഫ്റ്റായിട്ട് തന്നെ ചെയ്താൽ മതി. നമ്മുടെ സ്കിന്നിനെ ഒട്ടും ഉപദ്രവിക്കരുത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് തണുത്ത വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് വന്നപ്പോൾ കണ്ടോ മുഖം നല്ല ബ്രൈറ്റായില്ലേ. അപ്പോൾ അതായത് നല്ലതുപോലെ ക്ലീനായി, അഴുക്കെല്ലാം പോയി, എണ്ണയും എല്ലാം പോയി, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാം. ഇനി നിർബന്ധമുള്ളവരാണെങ്കിൽ ഡെയിലി ചെയ്യാം കേട്ടോ. 2-3 മിനിറ്റ് നേരം മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ക്ലീൻ ആയി കിട്ടും. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് സ്റ്റീമിങ്. അപ്പോൾ 2-3 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുക. ഒന്നുകിൽ ഇതുപോലെ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് അതൊന്ന് ഫേസിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ എണ്ണമയമുള്ള മുഖമുള്ളവർക്ക്, പിമ്പിൾസ് വരുന്നവർക്കാണെങ്കിൽ ഇത് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെയ്തോളൂ. വേണമെങ്കിൽ ഡെയിലി ചെയ്യാം. എന്നിട്ട് പയറുപൊടി ഇട്ടോ കടലമാവ് ഇട്ടോ മാത്രം മുഖം ഒന്ന് കഴുകി കൊടുക്കുക. സ്റ്റീം ചെയ്തിട്ട് മുഖം കഴുകുന്ന സമയത്ത് ഒരുപാട് ഉരച്ചിട്ട് കഴുകുമൊന്നും വേണ്ട കേട്ടോ. സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. സോപ്പ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരു 3 മിനിറ്റ് സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രബിങ്. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളിയുടെ പകുതി മുറിച്ചെടുക്കുക. എന്നിട്ടത് പഞ്ചസാരയിൽ മുക്കിയെടുക്കുക. സ്റ്റീം ചെയ്തപ്പോൾ നമ്മുടെ ഫേസിലെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം മാത്രം ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റായിട്ട് തന്നെ ചെയ്താൽ മതി. ഈ പഞ്ചസാര ഒരു തരികയല്ലേ, അപ്പോൾ അത് വെച്ച് നമുക്കൊരു സ്ക്രബ് എഫക്റ്റ് കിട്ടും. ഈ ടൊമാറ്റോ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൺ ടാൻ ഒക്കെ മാറാൻ ഭയങ്കര നല്ലതാണ്. അതുപോലെ പിമ്പിൾസിനെതിരെ ആക്ട് ചെയ്യും. പിന്നെ ഈ അണീവൻ സ്കിൻ ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമില്ല. അവിടെ ഇവിടെ മാത്രം നമുക്ക് പാടുകൾ ഇരിക്കുക, ചില ഭാഗം വെളുത്തിരിക്കുക. അതൊരു വലിയൊരു പ്രശ്നമാണ് ഒരുപാട് പേർക്ക്. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതുപോലെ ഇത് മാറി കിട്ടും കേട്ടോ. പിന്നെ ഇത് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും. കൊളാജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ആ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്കിൻ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. നമ്മുടെ സ്കിൻ മസിൽസിനൊക്കെ നല്ല ബലം കൊടുക്കുന്ന ഒരു പ്രോട്ടീനാണ് അത്. അപ്പോൾ അത് നല്ലതുപോലെ പ്രൊഡ്യൂസ് ചെയ്യും ഈ ടൊമാറ്റോ. അതുകൊണ്ട് ഇത് ആൻറ്റി ഏജിങ് ആയിട്ടൊക്കെ എഫക്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതൽ വരുന്നത് നമ്മുടെ താടിയിലും മൂക്കിൻ്റെ അവിടെയൊക്കെ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വരെ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറി കിട്ടുവേ. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ നിന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇനി അടുത്ത സ്റ്റെപ്പ് മസാജിങ് ആണ്. അതിന് വേണ്ടിയിട്ട് തക്കാളിയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. തക്കാളി ചുമ്മാ തൊലിയൊന്നും പൊളിക്കേണ്ട, മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് മുഖത്ത് വെച്ച് നല്ലതുപോലെ മസാജ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് വരെ മസാജ് ചെയ്യാം. നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ഒക്കെ ഉള്ളവർക്ക്. ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് 10 മിനിറ്റ് മസാജ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ ഓയിലി സ്കിന്നായിട്ടും 10 മിനിറ്റ് വരെയൊക്കെ മസാജ് ചെയ്തിട്ടും കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, മുൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്തോ. അതല്ല ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ് ഇതുവരെ ചെയ്തിട്ടില്ല, അറിയത്തില്ലെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വരെയൊക്കെ മസാജ് ചെയ്താൽ മതി കേട്ടോ. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. എന്നോട് പാർലറിലെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇത് 5 മിനിറ്റ് വരെയൊക്കെ മസാജ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് വരെ ചെയ്യുന്നുള്ളൂ. കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ 10 മിനിറ്റ് മസാജ് ചെയ്യാം. പിന്നെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്താൽ മതി. ഒരുപാട് ഹാർഡാക്കി ഞെക്കി ഒന്നും ചെയ്യണ്ട. പിന്നെ റൗണ്ടിൽ മസാജ് ചെയ്യുക. പിന്നെ താഴോട്ട് തൂത്തോണ്ട് വരരുത്, മേളിലോട്ട് മാത്രം തൂത്ത് കൊടുക്കുക. പിന്നെ വേറെ ഒന്നും ഇതിൽ മസാജ് ചെയ്യുന്നതിൽ അധികം ശ്രദ്ധിക്കാനൊന്നുമില്ല. സോഫ്റ്റായിട്ട് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നേ ഉള്ളൂ കേട്ടോ എല്ലായിടത്തും. അപ്പം നല്ലതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും. ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവും. പിന്നെ ടൊമാറ്റോയ്ക്ക് ആ പ്രോപ്പർട്ടി ഉണ്ട്, ഫേസ് ബ്രൈറ്റ് ആക്കും, നല്ല ഗ്ലോ ഒക്കെ കിട്ടും. മോയ്സ്ചറൈസേഷൻ കണ്ടന്റ് ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന തൈരുണ്ടല്ലോ, തൈര് നല്ല മോയ്സ്ചറൈസേഷൻ കണ്ടന്റ് ഉണ്ട്. ക്ലീൻ ആകാൻ ഹെൽപ്പ് ചെയ്യും, ബ്രൈറ്റ്നസ് കിട്ടും. അതേപോലെ തന്നെയാണ് അരിപ്പൊടിയും. അരിപ്പൊടിക്കും എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ട്. അരിപ്പൊടിയുടെ കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യണമല്ലോ, അതിലെല്ലാം ഈ സെയിം കണ്ടന്റ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ അതെല്ലാം നല്ല ബ്രൈറ്റ് ആവാനും
ക്ലീൻ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ടൊമാറ്റോ കുറച്ച് മാത്രമേ കയ്യിലുള്ളെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ടൊമാറ്റോ ഫുള്ള് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ്ങിന് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഫേസസ് ക്ലെൻസ് ചെയ്യുക. പിന്നെ സ്ക്രബ് ചെയ്യാനും അതിൽ നിന്ന് കുറച്ചെടുക്കുക, മസാജിങ്ങിനും അതിൽ നിന്ന് കുറച്ചെടുക്കുക, പിന്നെ ലാസ്റ്റ് പാക്ക് ഇടാനും അതിൽ നിന്ന് കുറച്ചെടുക്കുക. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് നേരം മസാജ് ചെയ്യുകയും എന്നിട്ട് 5 മിനിറ്റ് നേരം ഫേസിനകത്ത് വെക്കുകയും ചെയ്യും. എന്നിട്ട് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് കഴുകിക്കളയും. അപ്പോൾ ടോട്ടൽ 10 മിനിറ്റ് മസാജ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാവേ. 10 മിനിറ്റ് കഴിഞ്ഞ് ഫേസ് ഒരു തണുത്ത വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പാണ് ഫേസ് പാക്ക് ഇടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോയുടെ പേസ്റ്റ് വീണ്ടും എടുത്തിട്ടുണ്ട്, മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പിഞ്ച് മഞ്ഞൾപ്പൊടി. മുൾട്ടാണി മിട്ടി കയ്യിലില്ലാത്തവർക്ക് പയറുപൊടിയോ കടലമാവോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് മുഖത്ത് തേച്ച് കൊടുക്കാം. 10 മിനിറ്റ് നേരം നമ്മൾ ഈ ഫേസ് പാക്കും ഫേസിലിടണം. പിന്നെ ഈ മുൾട്ടാണി മിട്ടി ഒരു 20 രൂപയൊക്കെയാന്ന് തോന്നുന്നു. അപ്പോൾ വലിയ വിലയൊന്നുമില്ല, അത് വാങ്ങിച്ചു വെച്ചാൽ കുറേ നാളിരിക്കും. മുൾട്ടാണി മിട്ടി ഫേസിലെ എല്ലാത്തിനും വളരെ നല്ല കേട്ടോ. മുഖക്കുരുവിനും പാടുകൾ പോകാനും എല്ലാത്തിനും നല്ല. അത് ഉപയോഗിച്ച് വെറുതെ മുഖം കഴുകുകയൊക്കെ ചെയ്യാം, നല്ല ക്ലീൻ ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ അത് ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ. പിന്നെ ഈ പാക്കൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കിപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ എടുത്തല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ വീണ്ടും ഫേസ് പാക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഫേഷ്യലൊക്കെ മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. നമ്മളൊരു ഫേസ് പാക്ക് ഇടുക, ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്, ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും അത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കൂടി ചെയ്യുക. നല്ല ഒരു ഫാമിലി ബോണ്ടിങ് അല്ലേ അത്. അതൊക്കെ നല്ലൊരു രസമല്ലേ. അങ്ങനെ ലൈഫിൽ വരുന്ന കൊച്ചു കൊച്ചു രസങ്ങളൊന്നും മിസ് ചെയ്യരുത് കേട്ടോ, എല്ലാം യൂസ് ചെയ്തോണം. പിന്നെ ഈ മാസ്ക് ഇട്ടിട്ട് സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനും ഒന്നും പോകരുത് കേട്ടോ. അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരുന്നോണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് വലിഞ്ഞു പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് ഇത് ടൈറ്റായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. 10 മിനിറ്റ് മതി. മെല്ലെ അത് വലിയുമ്പോൾ തന്നെ കഴുകി കളയണം. വാഷ് ചെയ്യുമ്പോൾ ഒന്ന് നനച്ച് കൊടുത്തിട്ട് മാത്രം വാഷ് ചെയ്യുക. പിന്നെ ഒരുപാട് ഇട്ട് സ്ക്രബ് ചെയ്യുകയോ മസാജ് ചെയ്യുകയോ ഒന്നും വേണ്ട. നമ്മളതൊക്കെ ചെയ്തതാണ് ഓൾറെഡി തന്നെ. ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നല്ലൊരു ഫീൽ കിട്ടും കേട്ടോ. അന്ന് തന്നെ നമുക്കറിയാം. പിന്നെ പിറ്റേന്നൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ, നമ്മുടെ ഫേസ് നല്ലതുപോലെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ക്ലെൻസിങ് നിങ്ങൾക്ക് എന്നും ചെയ്യാം. പിന്നെ സ്ക്രബ് ചെയ്യുന്നത് വൺസ് ഇൻ എ വീക്ക് ചെയ്താൽ മതി. പിന്നെ ഫേഷ്യൽ ചെയ്യുന്നത് വൺസ് ഇൻ എ മന്ത്. ടീനേജേഴ്സൊക്കെ ആണെങ്കിൽ വൺസ് ഇൻ എ മന്ത് ചെയ്യണമെന്നില്ല കേട്ടോ. ഒരുപാടൊന്നും ഓവറാക്കി ചെയ്യണ്ട. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്തൊക്കെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു തോന്നുന്നു. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണേ. അങ്ങനെ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഫേഷ്യലൊക്കെ കഴിഞ്ഞു. അപാര ചേഞ്ച് അല്ലേ ഉണ്ടായേക്കുന്നേ. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യത്തില്ല, പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഫേസ് ഒരുപാട് വെളുത്തൊന്നുമല്ല. പിന്നെന്താ, ഞാൻ വെയിലത്തൊക്കെ ഇറങ്ങി കുറച്ച് സൺടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സത്യം ഒന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ മുടിയൊക്കെ ഞാൻ നല്ലോണം ഒതുക്കി കെട്ടി വെച്ചിരുന്നു. എപ്പോഴാണ് ഫേഷ്യൽ ചെയ്യാൻ പോകുമ്പോഴും അല്ല ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഇടാൻ പോകുന്ന സമയത്ത് മുടി ഒന്ന് നന്നായിട്ട് കെട്ടി വെച്ചു, അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഫേസിൽ എന്ത് ചെയ്താലും അത് രാത്രി ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ രാത്രി ഫുള്ള് ഫ്രഷ് ആയിട്ടിരിക്കും, വെയിൽ കൊള്ളില്ലോ. അതേപോലെ പിറ്റേന്ന് പോയി അധികം വെയിൽ കൊള്ളാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ലൈവ് റിസൾട്ടാണ് കേട്ടോ. ഞാൻ ഫേസിൽ ക്രീം ഇട്ടിട്ടില്ല, പൗഡർ ഒന്നും ഇട്ടില്ല, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ലിപ് ലൈനർ മാത്രം ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഫേഷ്യലിനെ പറ്റി എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. അത്യാവശ്യം എല്ലാ വിവരവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസ് ആയിട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻസിൽ അറിയിക്കണം കേട്ടോ. പിന്നെ കമൻസ് ഇട്ടാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളിവിടെ വന്നു പോയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടാമല്ലോ. പിന്നെ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് അല്ലെ ഫേസിൽ എന്ത് ചെയ്താലും നമ്മൾ അത് തന്നെ നെക്കിലും ചെയ്യണം, ചെവിയിലും ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ കേട്ടോ. ചാനൽ ടേസ്റ്റി ട്രീസ് ചെയ്യാനോ. ഞാൻ അനുശ്രീനാഥ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.